ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ദുനിയാവിലുള്ള അവൻ്റെ ജീവിതമെന്നത് ഒരു ദൂരം യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ തൻ്റെ യാത്രാവേളയിൽ അല്പസമയം വിശ്രമിക്കാൻ വേണ്ടി ഒരു മരച്ചുവട്ടിൽ ഇരിക്കുന്നത് പോലെ ഈ ദുനിയാവിലേക്ക് കടന്നു വന്നവരാണ് നമ്മൾ. ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് പരമാവധി സ്വാലിഹായ കർമ്മങ്ങൾ, നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്തി പരലോകത്ത് വിജയിക്കണമെന്നതാണ്. സ്വർഗം നേടണം എന്നു തന്നെയാണ് ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമായി ഈ ദുനിയാവിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്തിലേക്ക് അടുക്കാവുന്ന, സ്വർഗം നേടിയെടുക്കാൻ കഴിയുന്ന, പരലോകത്ത് വിജയിക്കാൻ ഉതകുന്ന എന്തൊക്കെ കർമ്മങ്ങൾ ദുനിയാവിൽ നിന്ന് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയുമോ അത് ചേർത്ത് വെക്കുന്നിടത്ത് വലിയ പ്രാധാന്യം പ്രിയപ്പെട്ടവരെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു നന്മയും അള്ളാഹുവെങ്കിൽ പാഴായി പോവുകയില്ല. വിശുദ്ധ ഖുർആൻ ഇത് നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതൊരു കടുകുമണിയുടേതാണെങ്കിലും ഒരു അണുമണി തൂക്കമാണെങ്കിലും നന്മയുണ്ടോ അത് പരലോകത്ത് വെച്ച് അതിൻ്റെ ഗുണം അവന് ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെയാണ് നന്മകൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കടന്നു ചെല്ലാൻ പാടില്ലാത്ത തിന്മകൾ ഏതാണ്, ഇത് കൃത്യമായി ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലല്ലാതെ നന്മയല്ലേ എങ്ങനെയും ആവാമല്ലോ എന്ന ചിന്ത ഒരു വിശ്വാസിക്കുണ്ടാകാനേ പാടില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് പരലോകത്തെ നന്മ ലക്ഷ്യമിട്ട് നാം ചേർത്ത് നിർത്തുന്ന ഓരോ അമലുകളും, നമസ്കാരമാവാം, നോമ്പുകളാവാം, ഒരു പുഞ്ചിരി പോലുമാവാം, അത് പടച്ച റബ്ബ് സ്വീകരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഏത് കർമ്മം അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായാലും റബ്ബേ ഇത് സ്വീകരിക്കണേ എന്ന ആത്മാർത്ഥമായൊരു പ്രാർത്ഥന കൂടി ആ കർമ്മത്തിന്റെ തുടർച്ചയെന്നോണം ഉണ്ടാകണമെന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം കഅബയെ ഒന്നുകൂടി പുതുക്കി പണിത ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്ന. ഈ പ്രാർത്ഥന ഓരോ നമസ്കാരം കഴിയുമ്പോഴും ഏതു കർമ്മമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, റബ്ബേ ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണേ, റബ്ബനാ തഖബ്ബൽ മിന്നി എന്നൊരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. കാരണം ആ കർമ്മം റബ്ബ് സ്വീകരിച്ചിരിക്കുന്നുവോ എന്ന് നമുക്കറിയില്ല. പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ 3 രൂപത്തിലാണ് ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെടുക. 3 രൂപത്തിൽ. അതിലൊന്നാമത്തേത് എല്ലാ ദിവസവും കർമ്മങ്ങൾ ഉയർത്തപ്പെടുമെന്ന, എല്ലാ ദിവസവും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ. പ്രഭാതത്തിലുള്ള, പകലിലുള്ള അവന്റെ കർമ്മങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായി അവന്റെ രാത്രിയിലെ കർമ്മങ്ങൾ അതാ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. വഅമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ. അവന്റെ പ്രഭാതത്തിലുള്ള അല്ലെങ്കിൽ അവന്റെ പകലിലുള്ള കർമ്മങ്ങൾ രാത്രിയാകുന്നതിന് മുമ്പേ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടും. ഇതിന്റെ വിശദീകരണം നോക്കുമ്പോൾ ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മലക്കുകളെ ഈ ലോകത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട് നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ. അതല്ലാത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മലായിക്കത്തുകളെ അള്ളാഹു ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ആ മലക്കുകൾ കടന്നു വരുന്ന രംഗത്തെക്കുറിച്ച് ഇമാം ബുഖാരി തന്റെ 555-ാമത്തെ ഹദീസായി രേഖപ്പെടുത്തി, സ്വഹീഹ് മുസ്ലിമിലെ 632-ാമത്തെ ഹദീസായി മുത്തഫഖുൻ അലൈഹി ആയി രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആ മലക്കുകളുടെ വരവിനെ കുറിച്ച് ഇങ്ങനെ വിശദമായി പറഞ്ഞു തരിക. രാത്രിയുടെ മലക്കുകളും പകലിലെ മലക്കുകളും നിങ്ങളുടെ അടുക്കൽ മാറി മാറി വരും. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വസ്വലാത്തിൽ അസ്രി. അസറിന്റെ സമയത്ത് ആ 2 മലക്കുകളും ഒരുമിച്ച് വരും. ഒരു കൂട്ടര് വരും, മറ്റൊരു കൂട്ടര് അങ്ങോട്ട് മടങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവർ കണ്ടുമുട്ടുന്നത് സ്വലാത്തുൽ അസറിന്റെ സമയത്തും സ്വലാത്തുൽ ഫജ്റിന്റെ സമയത്തുമാണ്. എന്നിട്ട് ഈ മലായിക്കത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ചോദ്യമായി ഹദീസിൽ കാണാം, കൈഫ തറക്തും ഇബാദി,
എന്റെ ഇബാദുകളെ, എന്റെ അടിയാറുകളെ നിങ്ങൾ എങ്ങനെയാ ഉപേക്ഷിച്ചു വന്നത്? നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ എന്റെ അടിമകളുടെ അവസ്ഥ എന്താണ്? ആ മലായിക്കത്തുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്നാണ്. തറക്നാഹും വഹും യുസല്ലൂൻ. അവര് നമസ്കരിക്കുമ്പോഴാണ് ഞങ്ങൾ അവരെ വിട്ടുപോകുന്നത്. എന്നിട്ട് ചേർത്ത് പറയും വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അവരിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അവര് നമസ്കരിക്കുകയായിരുന്നു. മലായിക്കത്തുകൾ വരുമ്പോ സുബഹി ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് നമസ്കരിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെന്ന് മലായിക്കത്തുകൾ പറയുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത്, സുബഹി നമസ്കാരം എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ഞാൻ നമസ്കരിക്കുന്നത്? എന്റെ അസർ നമസ്കാരം എങ്ങനെയാണ്, എവിടെയാണ് ഞാൻ നമസ്കരിക്കുന്നത്? എന്നെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾ കടന്നു ചെല്ലുമ്പോഴും ഞങ്ങൾ മടങ്ങി വരുമ്പോഴും നിന്റെ ഇഷ്ടദാസന്മാർ നമസ്കരിക്കുന്നവരായിരുന്നു എന്ന് പറയുന്നവരിൽ നമ്മൾ ഉണ്ടാകുമോ കൂട്ടരെ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് നമസ്കാരത്തെ, ഏതൊക്കെ? ഒന്ന് അസർ നമസ്കാരത്തെ, സുബഹി നമസ്കാരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി ബർദൈൻ, രണ്ട് തണുപ്പുള്ള സമയത്ത് നമസ്കരിക്കുന്ന നമസ്കാരം. എന്താ ചേർത്ത് പറഞ്ഞതെന്നറിയോ? മൻ സ്വല്ലൽ ബർദൈനി ദഖലൽ ജന്ന. ഈ രണ്ട് നമസ്കാരങ്ങളും നിർവഹിച്ചവൻ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്നല്ല, പ്രവേശിച്ചു എന്ന് പറഞ്ഞു വെക്കുന്നത് സുഹീഹുൽ ബുഖാരി 574 ഹദീസ്, സുഹീഹ് മുസ്ലിമിലെ 635 ഹദീസാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കാൻ ഏറ്റവും ഉചിതമായതാണ്. നമ്മുടെ ഓരോ ദിവസത്തെയും കർമ്മങ്ങൾ ഇങ്ങനെ പടച്ച റബ്ബിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ്. അപ്പോ ഒന്നാമത്തെ ഘട്ടം, ഓരോ ദിവസവും കർമ്മങ്ങൾ ഉയർത്തപ്പെടും. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആഴ്ചകളിൽ, ഓരോ ആഴ്ചയിലും കർമ്മങ്ങൾ ഉയർത്തപ്പെടും. ഹദീസുകളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഓരോ ആഴ്ചയിലും 2 തവണ അവന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടും. എന്നിട്ട് ചേർത്ത് പറയുകയാണ്, യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചകളിലും അവന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടും. അതേപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും അവന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടും. ഫയഗ്ഫറു ലികുല്ലി അബ്ദിൻ മുഅ്മിൻ. മുഅ്മിനായ എല്ലാ മനുഷ്യരുടെയും പാപങ്ങളും പൊറുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിങ്കളാഴ്ച ദിവസത്തെ, അതേപോലെ തന്നെ വ്യാഴാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നോമ്പെടുക്കുന്നത്? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പ് എന്തുകൊണ്ട് എടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന മറുപടി എന്തറിയോ? ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും. ഈ ഹദീസിന്റെ ബാക്കി ഭാഗം കുറച്ചുകൂടി ഉണ്ട്. ശിർക്ക് ചെയ്ത ആളുകൾക്ക് പാപമോചനമില്ല. ശിർക്ക് ചെയ്ത ആളുകൾക്ക് പാപമോചനമില്ല. ജീവിതത്തിൽ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ അവർക്ക് പാപമോചനമില്ല. ആരോടെങ്കിലും കഠിനമായ പകയുണ്ടെങ്കിൽ അവർക്ക് പാപമോചനമില്ല. കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നവനുണ്ടോ, അവനും പാപമോചനമില്ല. ഓരോ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കർമ്മങ്ങൾ ഉയർത്തി പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സമയത്ത് ഈ 4 കൂട്ടരെ മാറ്റി നിർത്തുമെന്ന് ഹദീസുകളിൽ നിന്ന് പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ചോദിക്കുക. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ജുമയ്ക്ക് നേരത്തെ വരുന്നുണ്ട്, അൽക്കഫ് ഞാൻ മുടങ്ങാറില്ല, എന്റെ പരമാവധി ഇബാദത്തുകളെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പിണങ്ങിയിട്ടുണ്ട് പലരോടും. ജീവിതത്തിൽ പലരോടും തീരാത്ത വെറുപ്പുകളുണ്ട്. എന്തേ കാരണം? ബിസിനസ്സിലെ ഒരു 50,000 ഉറുപ്പ്യന്റെ പേരിൽ 5 കൊല്ലായിട്ട് പിണങ്ങി നിൽക്കുന്നവരുണ്ട്. അവൻ 5 നേരം നമസ്കരിക്കുന്നു, ഇല്ല, അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെടുകയില്ല എന്നൊരു ഗൗരവത്തോടു കൂടിയ ഒരു ഓർമ്മപ്പെടുത്തൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. 2 ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, എല്ലാ ദിവസവും കർമ്മങ്ങൾ ഉയർത്തപ്പെടും. രണ്ടാമത് പറഞ്ഞത്, ആഴ്ചയിൽ 2 തവണ കർമ്മങ്ങൾ ഉയർത്തപ്പെടും, തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും. അതുകൊണ്ടാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് സുന്നത്താക്കി തന്നത്. മൂന്നാമത് പറഞ്ഞത് ഒരു മാസത്തെ കുറിച്ചാണ്. ആ മാസത്തിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞു. ആ മാസത്തിൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞു. വഹുവ ശഹ്റുൻ, അതൊരു മാസമാണ്. തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ആ മാസത്തിൽ പടച്ച റബ്ബിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും അധികം റമദാന് കഴിഞ്ഞാൽ ഏറ്റവും അധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചിരുന്നത് ആ മാസത്തിലാണ്.
ഏതു മാസം? കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം. ഏതാണ് ആ മാസം? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സന്നിഹിതരായിരിക്കുന്ന ശഅബാൻ എന്ന് പറയുന്ന മാസത്തിലാണ് ഒരു വർഷത്തിൽ ഒരു വിശ്വാസിയുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ലം അറക തസൂമു ശഹ്റൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാനിലോളം നോമ്പെടുക്കുന്ന, റമദാൻ കഴിഞ്ഞാൽ ശഅബാനിലോളം നോമ്പെടുക്കുന്ന വേറൊരു മാസവും ഞാൻ കണ്ടിട്ടില്ലല്ലോ പ്രവാചകരെ അങ്ങയിൽ. എന്തുകൊണ്ടാ ശഅബാനിൽ അങ്ങ് ധാരാളമായി നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ, ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റമളാനിന്റെയും റജബിന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധരായി പോകുന്ന മാസമാണത്. എന്താ റജബിന്റെയും റമളാനിന്റെ ഇടയിൽ അശ്രദ്ധരായി പോകുക എന്ന് പറഞ്ഞാൽ, ജാഹിലിയ കാലഘട്ടത്തിൽ റജബിന് വല്ലാത്ത പ്രാധാന്യം ഉണ്ടായിരുന്നു, വല്ലാത്ത പ്രാധാന്യം. നമുക്കെന്താ പ്രാധാന്യം ഇല്ലാത്ത? നമുക്ക് ഏത് മാസമാണ് അറബി മാസം എന്ന് അറിയില്ല, ഇന്ന് എത്ര ആയി എന്ന് അറിയില്ല. റമദാനിന്റെ മുമ്പ് ശഅബാനും റജബും എന്നല്ലാതെ ഒന്ന് എണ്ണി നോക്കിയാൽ ആ 12 മാസം ക്രമപ്പെടുത്തി പറയാൻ പോലും ചിലപ്പോ നമുക്കറിയില്ല. പിന്നെ എങ്ങനെ പരിഗണിക്കും? യുദ്ധം നിഷിദ്ധമാക്കിയ പവിത്രമായ മാസമാണ് റജബ്. അതിനെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യും. റമദാൻ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മാസമാണ്, അതിനെക്കുറിച്ചും ചർച്ച ചെയ്യും. അതിനിടയിൽ ശഅബാനിനെ മറന്നു കളയുന്ന മാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നുണ്ട്. ചേർത്ത് പറയാൻ, വഹുവ ശഹ്റുൻ, ആ ശഅബാൻ എന്ന മാസമുണ്ടല്ലോ, തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിങ്കലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല, എന്തുകൊണ്ടാ നോമ്പ് അനുഷ്ഠിക്കുന്നത്? എന്നിട്ട് ചേർത്ത് പറയുന്നുണ്ട് ആ ഹദീസിന്റെ അവസാന ഭാഗത്ത്, ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം. തിങ്കളാഴ്ചയെയും വ്യാഴാഴ്ചത്തെ നോമ്പിനെ പറ്റി പറഞ്ഞതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയാണ്, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ ഉയർത്തപ്പെടുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് ദിവസത്തിലാ? ഈ മാസത്തിലെ ഏതു ദിവസത്തിലാ? പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇന്ന ദിവസത്തിലാണെന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആ പരമാവധി ശഅബാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ പറഞ്ഞു ശഅബാൻ മാസത്തിന് പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നോമ്പനുഷ്ഠിച്ചിരുന്ന മാസമായിരുന്നു. റമദാന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് ശഅബാനിലാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് സ്വഹീഹ് മുസ്ലിമിൽ 1156 ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല നമ്മൾ സൂചിപ്പിച്ചല്ലോ, ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന മാസമാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അശ്രദ്ധ കാണിക്കാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തിൽ അശ്രദ്ധയുണ്ടാവരുത്. നമ്മൾ ചെയ്യേണ്ടത്, കഴിഞ്ഞ റമദാനിനെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അന്നൊരു 3 നോമ്പ് പനി പിടിച്ചപ്പോൾ പോയി, അതല്ലെങ്കിൽ എങ്ങനെയൊക്കെയോ യാത്രയിൽ ചില നോമ്പുകൾ ഉപേക്ഷ വരുത്തേണ്ടി വന്നു. അത് നമ്മൾ മാറ്റി ഇനിയും 2-3 നോമ്പ് ചിലപ്പോൾ മുന്നിലുണ്ടാവും. നമ്മൾ അത് അവസാനത്തേക്ക് ആക്കാമെന്ന് കരുതി മാറ്റി നിർത്തരുതേ. ഈ ശഅബാൻ നമ്മുടെ മുന്നിൽ വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. അശ്രദ്ധരായിക്കൊണ്ട് നമ്മൾ കഴിഞ്ഞു പോകും. അതിനു മുമ്പ് വല്ല നോമ്പും നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് എടുക്കാനുള്ളൊരു ശ്രദ്ധ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. മാത്രമല്ല, വീട്ടിൽ ചെന്നൊരു ചോദിക്കണം, ഉമ്മമാർക്ക്, ഭാര്യമാർക്ക്, അതേപോലെ തന്നെ സ്ത്രീ സഹജമായ ചില കാരണങ്ങളാൽ നോമ്പ് ഉപേക്ഷിച്ച് വരുത്തിയ ആളുകൾ ഉണ്ടാവും. അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് വല്ല നോമ്പും ബാക്കിയുണ്ട്. മക്കളോട് ചോദിക്കണം, ഒരു രക്ഷിതാവെന്ന രൂപത്തിൽ നമുക്ക് ആ കടമയുണ്ട്. വല്ല നോമ്പും ബാക്കിയുണ്ടെങ്കിൽ അത് കൃത്യമായി നോറ്റ് വീട്ടാനുള്ളൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തും കുടുംബത്തിനെയും ഉണർത്തേണ്ട ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ട്. ചിലർക്ക് മുദ്ദു കൊടുക്കുന്ന വിഷയമായിരിക്കും. ഇൻഷാ അല്ലാഹ് വരും ആഴ്ചകളിൽ വിശദമായി നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ സൂചിപ്പിച്ചല്ലോ. മാത്രമല്ല, അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നത് ശഅബാനിലാണ് നമ്മൾ പറഞ്ഞല്ലോ. ഇതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെടാത്ത പലതും ശഅബാനിനെ കുറിച്ച് ഇങ്ങനെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ചർച്ച ചെയ്യുകയെങ്കിൽ ബറാഅത്ത് രാവ് അല്ലെങ്കിൽ ബറാഅത്ത് നോമ്പ് എന്നൊരു നോമ്പ് പല നാടുകളിലും വ്യത്യസ്ത രൂപത്തിൽ അതിങ്ങനെ വലിയ ആചാരമായി കൊണ്ട് തന്നെ കൊണ്ടാടാറുണ്ട്. ശഅബാൻ 15 പ്രത്യേകമായിട്ട് നോമ്പ് ഇല്ല. അങ്ങനെ ഒരു നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഒരാൾ അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളിൽ 13 അയാൾക്ക് നോമ്പുണ്ട്, 14 അയാൾക്ക് നോമ്പുണ്ട്, 15 നോമ്പുണ്ട് എങ്കിൽ കുഴപ്പമില്ല. അത് ശഅബാനിൽ മാത്രമല്ല, ആ മനുഷ്യന് റജബിലും ഉണ്ടായിരുന്നു എന്നതല്ലാതെ ശഅബാൻ 15 പ്രത്യേകമായൊരു പരിഗണനയുണ്ട്, അങ്ങനെ ഒരു നോമ്പ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണെങ്കിൽ ഇസ്ലാമിൽ അത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല.
അതിന് പല പേരുകളിലും ബറാഅത്ത് നോമ്പ് എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുക. ഖുർആൻ ഇറങ്ങിയ രാവാണ് എന്ന് പോലും പരിചയപ്പെടുത്തുന്നവരുണ്ട്. ഇല്ല പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ശഅബാൻ 15 പ്രത്യേകമായൊരു മഹത്വം കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ചില റിപ്പോർട്ടുകളിൽ അങ്ങനെ കാണുന്നു. ആ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മൗളൂ ആണ്. ഹദീസിനെ പറ്റി നമുക്കറിയാവുന്ന സ്വഹീഹുണ്ട്, ളഈഫ് ഉണ്ട്. മൗളൂ ഒക്കെ അതിന്റെ ഇനങ്ങളിൽപ്പെട്ടത്. മൗളൂ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ചത് എന്ന് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റുന്ന ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്നും അറിഞ്ഞിട്ട് പോലുമില്ല, കളവായിട്ട് കെട്ടിച്ചമച്ചതാണ്. നമ്മൾ അതിന്റെ പിറകെ പോകരുത്. ഇത് പറയാൻ കാരണം എന്തറിയോ, നിർബന്ധത്തിനപ്പുറത്ത് ഇത്തരം വിദഅത്തിന്റെ വിഷയത്തിലൊക്കെ പലപ്പോഴും നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലും അതല്ലാതെയും ആളുകൾ ചോദിച്ചൊക്കെ ഇങ്ങനെ അതിന്റെ മഹത്വം ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. വലിയ മഹത്വമായിക്കൊണ്ട് ആളുകൾക്കിടയിൽ അതിനെ പർവ്വതീകരിച്ചു കൊണ്ടിരിക്കും. ഇല്ല, അതുകൊണ്ട് ശഅബാനിൽ എപ്പോഴും നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നോമ്പ്, ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പ്, പ്രശ്നമില്ല. അയ്യാമുൽ ബീദ് നമുക്ക് എടുക്കാം, എല്ലാ തിങ്കളും വ്യാഴമൊക്കെ നമുക്ക് എടുക്കാം. ഈ ശഅബാനിൽ വർദ്ധിപ്പിക്കണം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോ സാധാരണയായി തിങ്കളും വ്യാഴമൊന്നും നോമ്പെടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ശഅബാനിൽ എന്ത് ചെയ്യാം, തിങ്കളും വ്യാഴമൊക്കെ ഒന്ന് നോമ്പെടുക്കാമെന്ന് നമുക്ക് ഇവിടെ വെച്ച് ഇരുന്ന്, ഇവിടെ ഈ സദസ്സിലിരുന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അതേപോലെ തന്നെ ശഅബാൻ 15 പ്രത്യേകമായിട്ടൊരു നമസ്കാരം ചില നാടുകളിലൊക്കെ കാണാറുണ്ട്. സ്വലാത്തുൽ അൽഫിയ എന്ന പേരിലൊക്കെ, എന്ന് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് 100 അല്ലെങ്കിൽ 1000 തവണ പാരായണം ചെയ്ത് 100ഓളം റക്അത്തുകളൊക്കെ ദീർഘിപ്പിച്ച് നമസ്കരിച്ച് സ്വന്തം ശരീരത്തെ പ്രയാസപ്പെടുത്തുന്നു. അവരാഗ്രഹിക്കുന്ന എന്തറിയോ, വല്ലാത്ത പ്രതിഫലം കിട്ടുന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ല. അപ്പോ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്താൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമല്ല, കൂലി കിട്ടും. പക്ഷേ ശഅബാൻ 15 പ്രത്യേകമായിട്ട് ഇത്ര എണ്ണം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് കരുതി പാരായണം ചെയ്താൽ അത് നന്മയാവൂല, അത് തിന്മയായിട്ടേ മാറൂ. അതിലൊരു സംശയമില്ല. ശഅബാൻ 15 പ്രത്യേകമായിട്ടൊരു സൂറത്തു യാസീൻ പാരായണം ചെയ്യൽ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇങ്ങനെ തുടർന്നു വന്നു എന്നതല്ലാതെ ശഅബാൻ 15 പ്രത്യേകമായിട്ടൊരു യാസീൻ പാരായണം ചെയ്യലില്ല. ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അതല്ലെങ്കിൽ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, കടം മാറാൻ ശഅബാൻ 15 പ്രത്യേകമായിട്ട് ഒരു 6 റക്അത്ത് നമസ്കാരം ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല, ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് ഓരോ നാടിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് ആഘോഷമായിട്ട് പ്രത്യേകം മധുരമുണ്ടാക്കി, പ്രത്യേകം വിഭവങ്ങൾ ഉണ്ടാക്കി ആ ശഅബാൻ 15 ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരവസ്ഥയുണ്ടാവാറുണ്ട്. നമ്മുടെ നാടുകളിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന ചിലത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇത് ഓരോ നാടിനനുസരിച്ച് മാറും, സാഹചര്യത്തിനനുസരിച്ച് മാറും. അവിടുത്തെ പുരോഹിതന്മാർ മാറി മാറി വരുന്നതിനനുസരിച്ച് പുതിയ ആചാരങ്ങൾ ഉണ്ടായേക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓതുന്നത് യാസീനാണ്, വിശുദ്ധ ഖുർആനിന്റെ വരികളാണ്, ആയത്തുകളാണ്, നമസ്കരിക്കുന്നത് നമസ്കാരമാണ്. പക്ഷേ അതൊക്കെ ശരി, അത് മാത്രം പോരാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഉ സുന്നത്ത് കൂടി അതിലുണ്ടെങ്കിലേ പ്രിയപ്പെട്ടവരെ അത് സ്വാലിഹായ കർമ്മമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഈ ഒരു ശഅബാനിനെ കുറിച്ച് സലഫുകൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എന്തെന്നറിയോ, അത് ഷഹ്റുൽ ഖുർറ ആണെന്ന് പറഞ്ഞിട്ട്, ഓത്തുകാരുടെ മാസമാണ് എന്ന് പറഞ്ഞ നന്മയിലേക്ക് മുന്നേറാനുള്ള ഒരു മാസമായിട്ട് ഇതിനെ കാണാറുണ്ട്. അത് നമുക്ക് സ്വീകരിക്കാം. മാത്രമല്ല ശഅബാനിനെ കുറിച്ച് ഇങ്ങനെ ഒരു ചില വാചകങ്ങൾ കാണാൻ കഴിയും. റജബ് എന്ന് പറഞ്ഞാൽ ഷഹ്റുൽ ലിസ്സറഇ, അത് വിത്ത് വിതക്കാനുള്ള മാസമാണ്. എന്നാൽ ശഅബാൻ എന്ന് പറഞ്ഞാൽ അസ്സഖിയുൽ ലിസ്സറഇ, ആ കൃഷിക്ക് നനക്കാനുള്ള മാസമാണ്. റമദാൻ എന്ന് പറഞ്ഞാലോ ഹസാദിസ്സറഇ, അതിന്റെ വിളവെടുപ്പിന്റെ മാസമാണ്. ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ശഅബാനിന് പ്രാധാന്യമുണ്ട്, നമ്മുടെ നന്മകൾ അധികരിപ്പിക്കാം. പക്ഷേ ഇത്ര നമസ്കാരം, ഇന്ന ദിവസം ഇന്ന പ്രാധാന്യം, ഇത്ര റക്അത്ത് നമസ്കാരം, ഇത്ര പ്രാർത്ഥനകൾ എന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതേപോലെ തന്നെ ഈ കർമ്മങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ സൂചിപ്പിച്ചുവല്ലോ, ഒരാളോടും പിണക്കമില്ലാത്ത ഹൃദയം നമുക്കുണ്ടാവണം, പശ്ചാത്താപ മനസ്സ് നമുക്കുണ്ടാവണം, തൗബ ചെയ്യുന്ന അവസ്ഥയിലായിരിക്കണം നമ്മൾ. മാത്രമല്ല നമ്മുടെ ചില ഇടപാടുകളൊക്കെ വിശുദ്ധ റമദാനിനെ നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമൂഹ മാധ്യമങ്ങളിലെ നമ്മുടെ ഇടപെടലിനെ കുറിച്ചൊക്കെ ഒരു സൂക്ഷ്മത നമുക്കുണ്ടാവണം. റീച്ച് കിട്ടാൻ എന്തും ചെയ്യാം, റീച്ച് കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ അവരുടെ പിറകെ കൂടി അത് ഷെയർ ചെയ്യാനും അതിൽ കമന്റ് അടിക്കാനും അതിനിങ്ങനെ ഒരു റീച്ച് കൊടുക്കുന്ന തരത്തിൽ പോലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ വിരൽ കൊണ്ട് അത്തരം കർമ്മങ്ങളിലേക്ക് പോകാതിരിക്കലാണ് ഉചിതം. വാർത്തകൾ പലതും കേൾക്കും, പലതും പടച്ചുവിടുന്നതുണ്ടാവാം, ആരോപണങ്ങൾ ഉണ്ടാവാം, കുറ്റപ്പെടുത്തുന്നതുണ്ടാവാം. ഇതൊക്കെ ആദ്യം എത്തിക്കണമെന്ന് കരുതി ഷെയർ ബട്ടൺ അമർത്തുന്നവരായി
പ്രിയപ്പെട്ട മുത്തഖീങ്ങൾ, നമ്മൾ മാറരുത് എന്ന. അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലെ ഇടപാടുകളിൽ കൂടി ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അലക്ഷ്യമായി ഇടപെടുന്നു, ഒരു മാന്യതയുമില്ലാതെ പെരുമാറിയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ കർമ്മങ്ങളാണെന്നൊരു ചിന്ത കൂടി നമ്മുടെ ഉള്ളിലുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ ഉയർത്തി കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.